ഹലോ. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരുങ്ങി സുന്ദരിയായിട്ട് പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ അവരുദ്ദേശിച്ച ഒരു ഫിനിഷിങ് അതിന് കിട്ടണമെന്നില്ല, അതിൻ്റെ ലാസ്റ്റിങ്ങും കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ കണ്ടു നോക്കുക. ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റിംഗ് ആയിരിക്കും, നല്ല സ്കിൻ ഫിനിഷ് ആയിരിക്കും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഈ മോയ്സ്ചറൈസർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം നേരം ഇത് ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ക്ലീൻ ആയിട്ടുള്ളൊരു ഫേസിലാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്കിന്നിൻ്റെ ക്ലെൻസിങ് നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കണം. അതിന് ശേഷമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിലേക്ക് നല്ല പോലെ അബ്സോർബ് ആകുന്നിടം വരെ നമ്മളത് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല രീതിക്ക് തന്നെ ലിപ് ബാമും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ഐ മേക്കപ്പാണ്. അപ്പോൾ ഐ മേക്കപ്പിന് നമ്മൾ ഐ ഷാഡോ യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ഐ ഷാഡോ പാലറ്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ എടുക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ചെറിയ ഐ ഷാഡോ പാലറ്റാണ്. ഈ ഒരു പാലറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും രണ്ടറ്റത്തായിട്ട് കാണുന്ന ഈ രണ്ട് ഷെയ്ഡുകളുണ്ടല്ലോ, അതാണ് ട്രാൻസിഷൻ ഷെയ്ഡ്സ്. അതാണ് നമുക്ക് ഐ ഷാഡോയ്ക്ക് ബേസായിട്ട് കൊടുക്കാൻ പറ്റിയ രണ്ട് ഷെയ്ഡ്സ് ഇതിൻ്റെ അകത്തുള്ളത്. ബാക്കി കാണുന്ന 8 ഷെയ്ഡും ഗ്ലിറ്റേഴ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐ ഷാഡോ പാലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ കണ്ണിൽ ആദ്യത്തെ ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഏറ്റവും ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറ്, ഓറഞ്ച് ഷെയ്ഡ്സ് ഇങ്ങനെയുള്ള നിങ്ങൾ ഐലിഡിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തത് എപ്പോഴും ഇങ്ങനെയുള്ള ഷെയ്ഡ്സ് ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിവിടെ എൻ്റെ 2 ഐലിഡിലും ന്യൂഡായിട്ടുള്ളൊരു കളറ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന ഈ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ഒരു ഷെയ്ഡ് നമുക്ക് 2 ഐസിൻ്റെ കോർണറിലായിട്ട് കൊടുക്കാം. അപ്പം ഞാനിന്ന് വെയർ ചെയ്യാൻ പോകുന്ന ഡ്രസ്സിൻ്റെ കളറ് ഒരു ലൈറ്റ് കളർ ഓഫ് ഗ്രീൻ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ചെറിയൊരു ഷെയ്ഡ് മാത്രം കണ്ണിൽ കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ആ ഒരു ഷെയ്ഡ് പിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഐലാഷിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ ഐലൈൻ ചെയ്യുന്ന പോലെ ഒന്ന് സ്മഡ്ജാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. നിങ്ങളുടെ ഐബ്രോസ് ഓൾറെഡി ഷേപ്പ് ഉള്ളതും അത്യാവശ്യം തിക്നെസ്സും ഒക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാലറ്റ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് PAC എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഐബ്രോ പാലറ്റാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഐബ്രോ പാലറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ
ഐബ്രോസിൽ അപ്ലൈ ചെയ്യുന്ന കളറ് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്കൊന്നും ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് ബ്രൗൺ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ചെറിയ ഗ്രേ ഷെയ്ഡിലുള്ള കളേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ചെറിയ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് കൺസീലിംഗ് ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർവർ 52 എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മീഡിയം ഷെയ്ഡുള്ള കൺസീലറാണ് കേട്ടോ. അത് ഞാൻ ഡിസ്കളറേഷൻസ് ഉള്ള ഭാഗങ്ങളിൽ, അതായത് ചുണ്ടിൻ്റെ ചുറ്റും, പിന്നെ കണ്ണിൻ്റെ താഴെ, പിന്നെ നെറ്റിയുടെ കുറച്ച് ഭാഗങ്ങൾ, അവിടെ മാത്രമായിട്ട് വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കൺസീലർ നല്ല അടിപൊളി കൺസീലറാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കൺസീലർ മാത്രം വെച്ചിട്ട് വേണമെങ്കിലും നമുക്കൊരു മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസീലർ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിലെ മാറ്റം മനസ്സിലാകും കേട്ടോ. നമ്മുടെ വിരലുകൾ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ബ്ലെൻഡറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ വളരെ മിനിമം പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒട്ടും ഒരു പുട്ടി ഫീൽ അല്ലാത്ത, പക്ഷെ നമുക്ക് നല്ല മിനിമം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു സ്കിൻ ഫിനിഷ് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്രഷ് ഇങ്ങനെയുള്ള കേസിൽ അത് ഒഴിവാക്കിയിട്ട് ഫിംഗർ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഫിംഗർ വെച്ച് തന്നെ അത് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫേസൊക്കെ അത്യാവശ്യം ഒന്ന് ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു പേരിനൊരു ഫൗണ്ടേഷനും കൂടി കൊടുക്കുകയാണ് കേട്ടോ. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഫോർവർ 52 പ്രോ ആർട്ടിസ്റ്റ് HD ഫൗണ്ടേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന ഷെയ്ഡിൻ്റെ പേര് ഹണി എന്നാണ് കേട്ടോ. അതൊരു മീഡിയം ഷെയ്ഡാണേ. അപ്പോൾ ഫൗണ്ടേഷൻ ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് ഇട്ടാൽ മതി. വളരെ കുറച്ചാണ് ഞാൻ ക്വാണ്ടിറ്റി എടുക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ബ്ലഷാണ് കേട്ടോ. ബ്ലഷ് ഇതേപോലെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ബ്രഷ് വെച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നതിന് കാരണം നമുക്ക് അത്രയും ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ബ്ലഷ് തേച്ചിട്ട് നമ്മൾ ചുവന്നിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് കിട്ടാണ്ട് എപ്പോഴും നാച്ചുറലായിട്ട് നമുക്ക് മേക്കപ്പ് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ഫേസിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ വരുന്നത്. ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും പേടിയാണ്. കാരണം കൂടിപ്പോവോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഇതേപോലെ നാച്ചുറലായിട്ട് വേണം നമുക്ക് എപ്പോഴും ബ്ലഷ് ഇടുമ്പോൾ കിട്ടാനായിട്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കണ്ണും ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. മസ്കാര ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷുഗർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക്ക് ഇടാന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ ലിപ് ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് ലോറിയൽ പാരീസിൻ്റെ ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്.
പിന്നെ അതൊന്നും കൂടി ഞാൻ ന്യൂഡാക്കാൻ വേണ്ടിയിട്ട് PACയുടെ ഒരു ലിപ് ലൈനറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ PACയുടെ തന്നെ ഒരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ശരിക്കും മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ അവസാനം ഞാനൊരു ലെൻസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ലെൻസിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് OLens-ൻ്റെ ലെൻസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.